സാറേ സാറേ കഷ്ടമുണ്ട് സാറേ. സാറേ ഈ ജപ്തി ഒന്ന് ഒഴിവാക്കിത്താ സാറേ. എടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടോ. കഷ്ടമാ സാറേ. എടോ ബാങ്കിൽ താൻ ഒത്തിരി കുടിശ്ശികയായിട്ടുണ്ടോ സാറേ? ഞങ്ങൾ എവിടെ പോയി താമസിക്കും സാറേ? അതൊന്ന് പറ സാറേ. എനിക്ക് മുകളിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. എനിക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് സാറേ. താണ്ട ഇത് പിടിച്ചേ. സാറേ 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 പൂപ്പ ഇനി ഈ വസ്തു ലേലത്തിന് വെക്കും. അപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. വീട് പണയം വെച്ച് അറിയാത്ത ബിസിനസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ട. പറ്റിപ്പോയില്ലേ പിന്നെ പറഞ്ഞ കാര്യമുണ്ടോ? ഇനിയിപ്പോ എവിടെ പോയി കിടക്കും? ഇവിടെ അങ്ങനെ കിടക്കല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ സ്വർണ്ണമായിരുന്നെങ്കിൽ ഇതൊക്കെ പണയം വെച്ച് കുറച്ച് നാളുടെ വാടകയ്ക്ക് താമസിക്കായിരുന്നില്ലയോ എവിടെങ്കിലും? അവിടെയും തൊലക്കുന്നതിന്റെ ചിന്തയുള്ളൂ. തൊല തൊല തൊല. എന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി. നല്ലൊരു തീരുമാനമാണ്. ഞാൻ പൊക്കോളാം. നീ എവിടെ പോ? എന്താ ഇതിനെ? എന്താ ഇവിടെ ഒന്നുമില്ല. വീടൊക്കെ ജപ്തി ചെയ്ത് വെച്ചേക്കോ? ഒന്നുമില്ല, പാപ്പരായി. ഞാൻ ഭിക്ഷാടനത്തിന് വന്നതല്ല. അപ്പൊ അപ്പൂപ്പന്റെ കമ്പനിയല്ലേ? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നത്. സഹായിക്കാൻ വേണ്ടിയോ? എന്നാ ഒരു 50 ലക്ഷം രൂപ എനിക്ക് ഈ കടമൊക്കെ ഒന്ന് വീട്ടാനോ? തരുവോ? തരുവോ? തരും. അതെ 50 രൂപയല്ലേ വെച്ച്? 50 ലക്ഷം. 50 ലക്ഷം തരാന്ന്. തരുമെന്നല്ലേ പറഞ്ഞത്? എൻ്റെ യജമാനൻ നിനക്ക് വേണ്ട എല്ലാം ഏത് ബാങ്കിന്റെ ലോൺ സെക്ഷനിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് കിട്ടും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? കൂടെ വന്നാൽ മതി, എല്ലാം കാണിച്ചു തരാം. അതിപ്പോ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. പോയി നോക്കിയാലേ വെറുതെ ഇരിക്കല്ലേ. ഇത് മാത്രമേ ഉള്ളൂ ബാക്കി. ജപ്തി എന്താ? ഒരു ഇറങ്ങിയ ഷർട്ട്, ഒരു പാൻറ്. അതെ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഫുഡ് പഠിച്ചു തരും കേട്ടോ. മന്തി വേണം ഞങ്ങൾക്ക്. എവിടെ പോന്നു? വീട് ജപ്തിയായി. അതിനെന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ പോട്ടെ. അതാരാ? അല്ല എവിടെ പോന്നു? പോട്ട് കേട്ടെ. കാണാം കേട്ടോ. മന്തി മറക്കണ്ട കേട്ടോ. മന്തി അതെ വിശക്ക് കാല് കുഴഞ്ഞ്. മന്തി നേരെ എനിക്ക് അയ്യ ഇതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. എത്തി. ഇതെന്തോ പറഞ്ഞേക്കുന്ന ഹൈഡ്രജൻ ബലൂൺ. മിറാജ് എന്നെ അന്വേഷിച്ചായിരുന്നു. മിറാജോ? അത് മറ്റേ ജീത്തു ജോസഫിന്റെ മറ്റേ ആസിഫിയുടെ പടം ഇല്ലയോ? നമ്മൾ കഴിഞ്ഞ അടിപൊളി പടവാ. അല്ല ആ ഹൈഡ്രജൻ ബലൂൺ എവിടെന്നാ മേടിച്ചേ? കൊള്ളാല്ല. എത്രയായി? അതാണ് ഞങ്ങളുടെ യജമാനൻ രാജ്. ഇതോ പണ്ണി. അവര് വന്നോ? വരും കാര്യം പറഞ്ഞു. അവര് വന്നിട്ടുണ്ട്. അവർക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് പറയാൻ പറഞ്ഞോളൂ, ഞാൻ സാധിച്ചു കൊടുക്കാം. എല്ലാം മിറാജ് പറയുന്ന പോലെ. നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ചോദിക്കാം, അദ്ദേഹം തരും. ഈ ബലൂൺ കാണിച്ച് പറ്റിക്കാനാണ് അച്ഛാ ഈ കോട്ടിട്ട തണ്ടി നമ്മളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. കാര്യം ചോദിക്കും. മോനെ വയ്യാത്തവനാന്ന് തോന്നുന്നു. എന്തെങ്കിലും മരം ചോദിച്ചിട്ട് വാപ്പം. ഞങ്ങള് മരം ചോദിക്കാൻ വേണ്ടി പോവാണേ. ഞങ്ങളെ ഇവിടെ ഏറ്റവും വലിയ കോടീശ്വരനാക്കണം. ഓ നിന്നെ ഞാൻ കോടീശ്വരനാക്കാം. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമ്പോൾ എന്റെ കുറച്ച് ആഗ്രഹങ്ങൾ നീ സാധിച്ചു തരണം. സാധിക്കുമോ? ആ സാധിച്ചു തരാം. ഞങ്ങളെ കൊണ്ടാവുന്നതാണ് സാധിച്ചു തരാം. പോരെ പോയിട്ടേ ഒരു മന്തി കഴിക്കാം. എന്റെ ആഗ്രഹങ്ങൾ കാറ്റായി വന്ന് നിങ്ങളോട് ചോദിക്കും. സാധിച്ചു തന്നേക്കണം. കടമാണ്. പൈസ കൊടുത്തുണ്ടാക്കിയ വീടായിരുന്നു. നിങ്ങൾ പൈസ കൊടുത്തുണ്ടാക്കിയൊന്നുമല്ലല്ലോ. കാരണന്മാരുണ്ടാക്കി അത് വിറ്റ് നിങ്ങൾ വീട് വെച്ചു. അത്രല്ലേ ഉള്ളൂ. പോയാൽ അത്രേ ഉള്ളൂ കേട്ടോ. പോയിട്ട് എന്തെങ്കിലും വേറെ. ഹലോ
ഹലോ, ബാങ്കിൽ നിന്നായിരുന്നേ വിളിക്കുന്നേ. ആ പറ. വീട് രാവിലെ ജപ്തി ചെയ്തില്ലായിരുന്നോ? ആ ചെയ്തു. ആ ജപ്തി ക്യാൻസൽ ചെയ്ത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഈ ബാങ്കിന്റെ 50ാമത്തെ ആനിവേഴ്സറി ആയിട്ട് വെൽഫെയർ നറുക്കെടുപ്പുണ്ടായിരുന്നേ. നറുക്കെടുപ്പ്. അത് തന്നെ. എന്നിട്ട് ഈ വട്ടത്തെ ഭാഗ്യശാലി നിങ്ങളാണ്. നിങ്ങൾക്ക് വീട് ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം. അതെ, ഞങ്ങളുടെ വീട് എങ്ങനെ യൂസ് ചെയ്യണം ഞങ്ങൾക്ക് അറിയാം കേട്ടോ. നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വെച്ചിട്ട് പോടേ. മിറാജ് പറഞ്ഞു നടന്നല്ലോ. ഞാനും ആലോചിച്ചു, ഇനി മിറാജൊക്കെ ഉള്ള കാരണം മിറാജ് പറഞ്ഞു വിട്ടതാണ്. പ്രത്യുപകാരത്തിന് പകരം നിന്റെ ഫോൺ മിറാജ് നൽകും. അതെ, റിസ്ക് എടുക്കണ്ട, നമുക്ക് ഈ ഫോണും കൊടുത്തേക്കാം. പുള്ളി പറഞ്ഞ പോലെ ഇതൊക്കെ നടക്കുന്നെങ്കിലേ ഇനിയും ഭാഗ്യങ്ങൾ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് 19 ലക്ഷത്തിൻ്റെ വീടാണ് വെറുതെ കിട്ടിയത്. ഇതുപോലത്തെ എത്ര ഫോൺ വാങ്ങാന്നറിയോ? കൊടുത്തേക്കാം. കൊടുക്കും. അതുകൊണ്ടിരിക്കുന്നു മോനെ. നിങ്ങളുടെ ഹൈഡ്രജൻ ബില്ലും പറഞ്ഞ പോലെ അല്ല, മിറാജ് പറഞ്ഞ പോലെ സംഭവിക്കാൻ തുടങ്ങി കേട്ടോ. എടാ മോനെ, ഇനിയും വരം ചോദിച്ചാലോ? അതെ, എന്നാ ഈ ഫോണും കൊടുത്തേക്ക്. ഞങ്ങൾക്ക് ഇനിയും കുറച്ച് വരങ്ങൾ വേണം. തന്ന വരം തുടങ്ങിയല്ലേ ഉള്ളൂ, അത് പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങളെ ഞാൻ കോടീശ്വരനാകും. അത് കഴിഞ്ഞിട്ടില്ലായിരുന്നു, ബാലൻസ് ഉണ്ട്. ഞങ്ങൾ സാർ ഞങ്ങൾ USA ബേസ്ഡ് ആയിട്ടുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുവാണ്. സാർ, ഞങ്ങൾ നടത്തിയൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സാറിന്റെ ഈ വസ്തുവിന്റെ അടിയിൽ വളരെ പ്രഷ്യസ് ആയ രത്നങ്ങളും വൈരങ്ങളും വജ്രങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് പഠനത്തിന്റെ ആവശ്യമായിട്ട് ഈ വസ്തു ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നതാണ് വില. ഗവൺമെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല, ഞങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഞങ്ങളൊരു 100 കോടി വെച്ചാൽ തരുമോ? തരും. താങ്കൾക്ക് എങ്ങനെയാണ് വേണ്ടത്? ക്യാഷ് ആയിട്ട് വേണോ, ക്രിപ്റ്റോ വേണോ, അതോ USA ഏതെങ്കിലും വസ്തുവായിട്ട് വേണോ? എന്താണ് വേണ്ടത്? ഞങ്ങൾ 100 നല്ല ഉദ്ദേശം, 1000 കോടി. 1000 കോടി ഇന്ത്യൻ റുപ്പി ആണോ അതോ ഡോളർ ആണോ? എന്റെ പൊന്നും മിറാജ്. സാർ, തീരുമാനം എന്തെങ്കിലും? മോനെ, നമ്മൾ എത്ര നിർത്തിയേ? 2000. ഒരു 3000. ഒരുമാതിരി ചെറ്റ പരിപാടി കാണിക്കല്. ഞാൻ USA തനി മലയാളിയാ, അതും കൊല്ലം പള്ളിമുക്കി വന്നിട്ട് ഷിയാസ് ആരാന്ന് വെച്ചേ പപ്പടത്തിന് അടിയുണ്ടാക്കി ഷിയാസ്. അപ്പൊ പറഞ്ഞു തരും, ഒന്നുമില്ല, ഒരു സംസാരമില്ല. ഒരു 2500 കോടി അങ്ങോട്ട് വരും. നഷ്ടം പറഞ്ഞാലും കൊടുത്തേക്കാല്ലോ. ഒരു കൈ നോക്കാം. ഈ വീട് തരത്തില്ല, പറമ്പെടുത്തോ? അത് മതി സാർ. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കാണിച്ചു തരാം. ആ ഫോൾഡർ 3 എടുത്തിട്ട് നമ്മുടെ പ്ലാൻ ഒന്ന് കാണിച്ചു കൊടുക്കും. 2 കുഴിമന്തിക്കട ഇടണം കേട്ടോ. ആസ് പെർ അവർ പ്ലാൻ നാളെ തന്നെ നമ്മുടെ വർക്ക് തുടങ്ങും. ഇതിന് പ്രത്യുപകാരമായി മിറാജിന് വേണ്ടത് നിങ്ങളുടെ വീട്ടിലെ നായയുടെ തലച്ചോറാണ്.